മക്കളെ, ഞാൻ എന്തിട്ടാ കഴിക്കണമെന്നറിയോ? മുളകിട്ട മത്തിക്കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് മുളകിട്ട മത്തിക്കറി. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ, അതോടുകൂടി സിമ്പിൾ ആയിട്ട് മത്തി ഫ്രൈ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. അപ്പൊ വായിൽ വെള്ളമൂറ് മുളകിട്ട മത്തിക്കറി എങ്ങനെ ചെയ്യാൻ നോക്കാം. വായ മക്കളെ, വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈ പാനിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് കശ്മീരി മുളക് പൊടി, 1.25 ടീസ്പൂണ് മല്ലി, 1/4 ടീസ്പൂണ് ഉലുവ വറുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് 5-6 ചെറിയുള്ളി, നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു ചട്ടിയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായി ഞെരടി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കണ്ടില്ലേ കുട്ടി മത്തി. അപ്പൊ ഈ സമയം നമ്മുടെ മത്തിക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുറുകി നന്നായി തിളച്ച് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. കറക്റ്റ് അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് മുൻതൂക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാള മത്തി ഇടുമ്പോ നമുക്കത് കറക്റ്റായി വരും. ഇനി മത്തി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ ഈ മത്തിയിലോട്ട് ഈ മസാലകളൊക്കെ ഇറങ്ങി അടിപൊളി. ഈ സമയം നമുക്ക് ഫ്രൈക്കുള്ള ചെയ്യാം. മിക്സിയിൽ ജാറിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറുനാരങ്ങ നീര്, വെളിച്ചെണ്ണ, വെള്ളം ഇതെല്ലാം ചേർത്ത് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അരച്ചെടുത്ത മിക്സ് നമ്മൾ മത്തിയിലോട്ട് പുരട്ടി കൊടുക്കാം. ഇത്രയുള്ള മക്കളെ. ഇനി നമ്മുടെ മത്തി ഈ സമയം നന്നായി തിളച്ച് മറിഞ്ഞു വരുന്നുണ്ട്. നല്ല വറ്റട്ടെ, നല്ല വറ്റി കുറുകി വരട്ടെ. അപ്പൊ മക്കളെ, ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ, അയ്യോ ഒന്നും പറയാനുള്ള മക്കളെ, അടിച്ചു തൂക്കുന്ന വെച്ചാൽ അടിച്ചു തൂക്കും. ഇനി നമ്മള് ഇതിലേക്ക് വറ്റിക്കഴിയുമ്പോ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാണ്. കണ്ടില്ലേ, നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഇത് നമ്മള് മൂടി വെക്കാണ്. തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാണ് ചെയ്യണേ. അതപ്പോ അവിടെ ഇരിക്കട്ടെ, ചൂടാറിയതിനു ശേഷം കഴിക്കാം. ഈ സമയം നമ്മുടെ മത്തി ഫ്രൈ ചെയ്തെടുക്കാണ്. മത്തി ഇട്ടതിന് ശേഷം ഇതിലോട്ട് 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈയും റെഡി, ചോറും റെഡി. മക്കളെ, ക്രിസ്പി മത്തി ഫ്രൈ, നല്ല കൊഴുകൊഴുങ്ങനെയുള്ള മുളകിട്ട മത്തിക്കറി, ചോറ്. മക്കളെ, സ്വർഗം എന്ന് പറയൂലേ, അതുപോലെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഈ മത്തിക്കറി ഉണ്ടല്ലോ ചൂടാറിയതിന് ശേഷം കഴിക്കുക. ഇല്ലേല് വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് കാലത്ത് അങ്ങോട്ട് ഒരു പിടി പിടിക്കുക. മക്കളെ, സ്വർഗം കാണുന്ന പറഞ്ഞാൽ സ്വർഗം കാണും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. മീൻ കറിയും മീൻ എങ്ങനെ ഫ്രൈ ചെയ്യാന്നുള്ളത്. അപ്പൊ പുതിയ വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതാണ്. വായിൽ വെള്ളം ഊറുന്ന രുചിയുമായിട്ട് ആദിലക്ഷ്മി കിച്ചൺ വീണ്ടും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടാ. അപ്പൊ ഞാനൊരു കലക്കട്ടെ. അപ്പൊ ബൈ.